അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 25 ചൊവ്വാഴ്ച. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ അരുംകൊലയിൽ ഞെട്ടൽ മാറാതെ കേരളം. പ്രതി അഫാൻ കൊലപ്പെടുത്തിയ സഹോദരൻ അഫ്സാൻ, മുത്തശ്ശി സൽമ ബീവി, പിതാവിന്റെ സഹോദരൻ ലത്തീഫ്, ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ, അഫാന്റെ പെൺസുഹൃത്ത് ഫർസാന എന്നിവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടത്തും. ചികിത്സയിലുള്ള അഫാന്റെ അമ്മ ഷെമിയുടെ നില അതീവ ഗുരുതരമാണ്. കേരളത്തെ നടുക്കിയ തിരുവനന്തപുരത്തെ കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ ലഹരി ഉപയോഗിച്ചതായി പ്രാഥമിക പരിശോധനയിൽ തെളിവ്. ഏതുതരം ലഹരിയാണ് ഉപയോഗിച്ചതെന്ന് തുടർ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. 5 പേരെയും കൊന്നത് ചുറ്റിക കൊണ്ട് അടിച്ചെന്ന് പ്രാഥമിക നിഗമനം. എല്ലാവർക്കും തലയിൽ അടിയേറ്റ ക്ഷതം ഉണ്ടെന്ന് പോലീസ് അറിയിച്ചു. അഫാന്റെ ചികിത്സയ്ക്ക് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും. മരുന്ന് മാനസികാരോഗ്യ വിദഗ്ധർ ഉൾപ്പെട്ട സംഘം പരിശോധിക്കും. 1 മാസമായി മദ്യപിക്കാറുണ്ടായിരുന്നുവെന്ന് പ്രതി ഡോക്ടർമാരോട് പറഞ്ഞു. തലസ്ഥാനത്തെ അരുംകൊലയ്ക്ക് പിന്നിൽ സാമ്പത്തിക ബാധ്യതയാണെന്ന പ്രതിയുടെ വാദം പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാതെ പോലീസ്. പ്രതി നടത്തിയ ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കുമെന്നും പ്രതിയുടെ മാനസികാരോഗ്യം പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. അതേസമയം അഫാൻ അസ്വസ്ഥത കാണിക്കുന്നുണ്ടെന്നും ചികിത്സയോട് സഹകരിക്കുന്നില്ലെന്നുമാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അഫാനെ സാമ്പത്തിക ബാധ്യത ഉള്ളതായി അറിയില്ലെന്ന് പ്രതി അഫാന്റെ പിതാവ് റഹീം. പെൺകുട്ടിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും സൌദിയിലുള്ള ബാധ്യതകളല്ലാതെ മറ്റൊരു ബാധ്യതയും തനിക്കില്ലെന്നും റഹീം പറഞ്ഞു. പിതാവിന് 75 ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ് 5 പേരെ കൊലപ്പെടുത്തിയ പ്രതി അഫാന്റെ മൊഴി. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും പ്രതിയെ ചോദ്യം ചെയ്യുകയാണെന്നും കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം ഈ ഘട്ടത്തിൽ പറയാനാകില്ലെന്നുമാണ് പോലീസ് പറയുന്നത്. താൻ മരിച്ചാൽ കാമുകി തനിച്ചാകുമെന്ന് കരുതിയാണ് ഫർസാനയെ കൊലപ്പെടുത്തിയതെന്ന് അഫാന്റെ മൊഴി. അഫാനെ ഏറെ ഇഷ്ടപ്പെട്ട ഫർസാനയെ കൊലപ്പെടുത്തിയതാകട്ടെ അതിക്രൂരമായിട്ടാണ് എന്നാണ് ഇൻക്വസ്റ്റ് നടപടികളിൽ നിന്ന് പോലീസിന് വ്യക്തമായത്. തലയിൽ ചുറ്റിക കൊണ്ട് തുരുതുര അടിച്ചായിരുന്നു കൊല. ഫർസാനയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചകഴിഞ്ഞ് മുക്കുന്നൂരിലെ വീട്ടിലെത്തിക്കും. പാതിവില തട്ടിപ്പ് കേസിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. നടപടിക്രമങ്ങൾ പാലിച്ച് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് DGP തന്നെയാണ് വ്യക്തമാക്കിയത്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ പ്രതിയാക്കി കേസെടുത്ത പെരിന്തൽമണ്ണ പോലീസിന്റെ നടപടിക്കെതിരെയുള്ള പൊതുതാൽപര്യ ഹർജിയാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. ശശി തരൂരിന്റെ വിവാദ നിലപാടുകൾക്ക് കാരണം AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചെന്നതിന്റെ പേരിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും അവഗണിക്കുന്നുവെന്ന വികാരമെന്ന് റിപ്പോർട്ടുകൾ. ലോക്സഭയിലും സംഘടനാ കാര്യങ്ങളിലും പാർട്ടി പരിഗണിക്കുന്നില്ലെന്നതാണ് തരൂരിന്റെ പരാതി. അതേസമയം ഇടഞ്ഞു നിൽക്കുന്ന തരൂരിനെ ഒപ്പം കൂട്ടാൻ BJPയിലെയും CPMയിലെയും ഉന്നത നേതാക്കൾ നീക്കം തുടങ്ങിയെന്നാണ് വിവരം. ശശി തരൂർ സ്വന്തം സംസ്ഥാനത്തെക്കുറിച്ച് ചിന്തയുള്ള ദേശീയ നേതാവാണെന്നും അത്തരമൊരു നേതാവിന്റെ സ്വാഭാവിക പ്രതികരണം മാത്രമാണ് പുറത്തുവന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. തരൂരിനെതിരായ കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകളെ അപക്വം എന്നു പറഞ്ഞ പിണറായി ഇന്ത്യാ സഖ്യത്തിന്റെ ഐക്യം തകർത്തത് കോൺഗ്രസ് എന്നും കുറ്റപ്പെടുത്തി. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന്റെ പ്രസംഗമടക്കം പ്രതിഫലിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംസ്ഥാനത്ത് LDF ജനകീയ മുന്നേറ്റം നടത്തുകയാണെന്നും അതേസമയം കോൺഗ്രസിൽ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിമാരുടെ എണ്ണം കൂടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർക്കണമെന്നും അരാജകത്വ വിഭാഗം സമരത്തിന് പിന്നിലുണ്ടെന്നും ആശാവർക്കർമാരെ ഇവർ ഉപകരണമാക്കി മാറ്റുകയാണെന്നും അതേസമയം ലോകത്ത് ഒരു സമരത്തെയും CPM തള്ളിപ്പറയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് നേരിയ മുന്നേറ്റം.
വയനാട് ഒഴികെയുള്ള ജില്ലകളിലെ 30 വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 2 ഇടത് സ്വതന്ത്രരടക്കം 17 വാർഡുകളിൽ LDF വിജയിച്ചു. 12 ഇടങ്ങളിൽ UDFും ജയിച്ചു. ഒരു സീറ്റിൽ SDPI വിജയിച്ചപ്പോൾ BJPക്ക് ഒരിടത്തും വിജയിക്കാനായില്ല. ചുങ്കത്തറ പഞ്ചായത്തിൽ UDF അവിശ്വാസം പാസായി. LDFന് ഭരണം നഷ്ടമായി. ഇരുമുന്നണികൾക്കും തുല്യശക്തിയായിരുന്ന ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റ് സുനൈബ സുധീർ UDFന് അനുകൂലമായി വോട്ട് ചെയ്തതോടെ 9-നെതിരെ 11 വോട്ടുകൾക്കാണ് അവിശ്വാസ പ്രമേയം പാസായത്. PV അൻവർ ഇടപെട്ടാണ് വൈസ് പ്രസിഡന്റായ സുനൈബ സുധീറിനെ കൂറുമാറ്റിയതെന്നാണ് CPMന്റെ ആരോപണം. പോലീസ് സുരക്ഷയിലാണ് അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടന്നത്. പൾസർ സുനിക്കെതിരെ വിചാരണ കോടതിയിൽ റിപ്പോർട്ട്. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ സംഘമാണ് റിപ്പോർട്ട് നൽകിയത്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കുറുപ്പുംപടിയിൽ ഹോട്ടലിൽ കയറി അക്രമം നടത്തിയ പശ്ചാത്തലത്തിലാണ് നടപടി. ഈ സംഭവത്തിൽ പൾസർ സുനിയെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. പൾസർ സുനിയുടെ ജാമ്യം റദ്ദാക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. ശമ്പള വർധനവടക്കമുള്ള ആവശ്യങ്ങളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പണിമുടക്കുന്ന ആശാവർക്കർമാർ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്ന് നിർദ്ദേശം. NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറാണ് സർക്കുലർ ഇറക്കിയത്. ആശാവർക്കർമാർ പണിമുടക്ക് തുടരുകയാണെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. ഇതിനായുള്ള നടപടികൾ മെഡിക്കൽ ഓഫീസർമാർ സ്വീകരിക്കണം. പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി കുടയത്തൂർ സ്വദേശി അനന്തകൃഷ്ണൻ സ്കൂട്ടർ നൽകാനുള്ളത് 31,000 പേർക്ക്. 230 കോടി രൂപയുടെ ബാധ്യതയാണ് നിലവിൽ അനന്തുവിനുള്ളതെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനം നൽകാമെന്നും പറഞ്ഞ് വാങ്ങിയ പണം കൊണ്ട് പ്രതി ലാപ്ടോപ്പുകളും തയ്യൽ മെഷീനും നൽകിയിട്ടുണ്ട്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 10,000-കണക്കിന് ബാങ്ക് ഇടപാടുകളാണ് കഴിഞ്ഞ 2 വർഷത്തിനിടെ അനന്തു നടത്തിയിട്ടുള്ളത്. കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ കലോത്സവത്തിന് മലപ്പുറം വളാഞ്ചേരിയിൽ തുടക്കമായി. 110 ഇനങ്ങളിലായി 5000-ഓളം പ്രതിഭകളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. ചാനൽ ചർച്ചയിൽ മതവിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ റിമാൻഡിലായതിന് പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച PC ജോർജ് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തുടരുന്നു. ECG വേരിയേഷനെ തുടർന്നാണ് PC ജോർജിനെ ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ആരോഗ്യനില മെച്ചപ്പെട്ടതിനു ശേഷം ജയിലിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്തും. കണ്ണൂരിൽ റോഡ് തടസ്സപ്പെടുത്തി CPM സമരം. പോസ്റ്റ് ഓഫീസ് ഉപരോധം സംഘടിപ്പിച്ചത് കാർഗിൽ യോഗശാല റോഡിലാണ്. 4 വരി റോഡിൽ പന്തൽ കെട്ടിയും കസേര നിരത്തിയുമായിരുന്നു സമരം. കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. 10,000 പങ്കെടുത്താൽ വഴി തടസ്സപ്പെടുമെന്നും വഴി തടഞ്ഞതിനെ പോലീസ് നോട്ടീസ് തന്നിട്ടുണ്ടെന്നും അത് മടക്കി പോക്കറ്റിലിട്ടിട്ടുണ്ടെന്നും CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പ്രതികരിച്ചു. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ നിയോ ഫാസിസ്റ്റ് സർക്കാരാണെന്ന് CPM PB അംഗം A വിജയരാഘവൻ. മോദി സർക്കാരിനോടുള്ള നയസമീപനങ്ങളിൽ മയപ്പെടുത്തൽ ഉണ്ടാകില്ല. കേന്ദ്രത്തിലേത് ഫാസിസ്റ്റ് സർക്കാരാണെന്ന് CPM ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിയോ ഫാസിസ്റ്റ് സർക്കാർ എന്നാണ് നിലപാട്. ഹിറ്റ്ലറും മുസോളിനിയുമൊക്കെയാണ് ഫാസിസ്റ്റ് സർക്കാരുകൾ നയിച്ചിരുന്നതെന്നും വിജയരാഘവൻ വിശദീകരിച്ചു. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയുടെ ജാമ്യാപേക്ഷയിൽ വിധി ഫെബ്രുവരി 27-ന് പുറപ്പെടുവിക്കും. ഇന്ന് കേസ് കോടതി പരിഗണിച്ചപ്പോൾ ചെന്താമരയുടെ അറസ്റ്റിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് പ്രതിഭാഗം കുറ്റപ്പെടുത്തി. അറസ്റ്റ് വിവരം പ്രതിയെ രേഖാമൂലം അറിയിച്ചില്ലെന്നും പ്രതിഭാഗം വാദിച്ചു. നടപടിക്രമങ്ങളിലെ വീഴ്ച ജാമ്യം നൽകാൻ കാരണമല്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ട്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. കേരളത്തിലെ കോൺഗ്രസിന്റെ എക്സ് പോസ്റ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രീതി സിൻഡ. താരത്തിന്റെ 18 കോടി രൂപയുടെ വായ്പ BJP വഴി സഹകരണ ബാങ്ക് എഴുതിത്തള്ളിയെന്നും ഇതിന് പിന്നാലെ ബാങ്ക് തകർന്നെന്നുമുള്ള പോസ്റ്റിനെതിരെയാണ് പ്രതികരണം. വ്യാജ ആരോപണമാണിതെന്നും വായ്പ താൻ 10 വർഷം മുൻപ് അടച്ചു തീർത്തതാണെന്നും പ്രീതി സിൻഡ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വിശദീകരിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഞെട്ടിച്ചെന്നും താരം പറഞ്ഞു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്യുന്ന മിക്ക കേസുകളും പിഴച്ചതാണെന്ന് കേരളം. എന്നാൽ കേരള പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ ശക്തമാണെന്നും സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ അവകാശപ്പെട്ടു. കണ്ടല ബാങ്ക് ക്രമക്കേട് കേസിലെ പ്രതി ഭാസുരംഗൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി പരിഗണിക്കവെയാണ് സംസ്ഥാന സർക്കാർ ഈ നിലപാട് സുപ്രീംകോടതിയിൽ വ്യക്തമാക്കിയത്. അരവിന്ദ് കെജ്രിവാൾ സർക്കാരിന്റെ സമയത്തെ CAG റിപ്പോർട്ടുകൾ ഇന്ന് ദില്ലി നിയമസഭയിൽ അവതരിപ്പിക്കും.
അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭാ സമയത്തെ മദ്യനയ അഴിമതി ഉൾപ്പെടെയുള്ള അഴിമതികളുടെ വിവരങ്ങൾ അടങ്ങിയ 14 CAG റിപ്പോർട്ടുകളാണ് ഇന്ന് സഭയിൽ വയ്ക്കുക. മഹാകുംഭമേള നാളെ അവസാനിക്കും. പ്രയാഗ്രാജ് കുംഭമേള നഗരിയിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുകയാണ്. നാളെ ശിവരാത്രി ദിനത്തിൽ പ്രധാന സ്നാനത്തിനായി വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി എന്നാണ് അധികൃതർ വിശദമാക്കുന്നത്. ഇതുവരെ 63 കോടിയിലധികം പേർ സ്നാനത്തിൽ പങ്കെടുത്തു എന്നാണ് UP സർക്കാർ പുറത്തുവിടുന്ന കണക്ക്. എന്നാൽ തീർത്ഥാടകർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ സമ്പൂർണ്ണ പരാജയം എന്ന വിമർശനം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം. തെലങ്കാനയിലെ നാഗർ കുർണൂലിൽ ടണൽ ഇടിഞ്ഞു വീണ് കുടുങ്ങിയ 8 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തൽക്കാലം നിർത്തിവച്ചു. ടണലിന്റെ ഉള്ളിൽ ചെളിയുടെയും വെള്ളത്തിന്റെയും നിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലാണ് തെരച്ചിൽ തൽക്കാലം നിർത്തിവച്ചത്. രാവിലെ അകത്തേക്ക് പോയ സംഘം പുറത്തേക്ക് തിരിച്ചുവന്ന് വെള്ളത്തിന്റെയും ചെളിക്കെട്ടിന്റെയും നിരപ്പ് അപകടകരമാം വിധം ഉയർന്നതായി സ്ഥിരീകരിച്ചു. ദൌത്യസംഘത്തിന്റെ കൂടി സുരക്ഷ കണക്കിലെടുത്താണ് തൽക്കാലം രക്ഷാപ്രവർത്തനം നിർത്താൻ ജില്ലാ കളക്ടർ തീരുമാനിച്ചത്. യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ റഷ്യയ്ക്കൊപ്പം ചേർന്ന് US-ന്റെ മലക്കമറച്ചിൽ. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിനെ അപലപിച്ചുകൊണ്ടുള്ള ഐക്യരാഷ്ട്രസഭയിലെ പ്രമേയത്തെ US എതിർത്തു. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം ഇതാദ്യമായാണ് US റഷ്യയ്ക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നത്. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരായ സെഞ്ചുറിയോടെ അപൂർവ റെക്കോർഡ് സ്വന്തം പേരിലാക്കി ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി. ഇതോടെ ഏകദിന ക്രിക്കറ്റ് കളിച്ച 10 രാജ്യങ്ങളിലും കോഹ്ലിക്ക് സെഞ്ചുറിയായി. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡ് ഉയരത്തിൽ. ഇന്ന് 160 രൂപ വർദ്ധിച്ചതോടെയാണ് റെക്കോർഡ് ഭേദിച്ച് സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചത്. 64,600 രൂപയാണ് ഇന്ന് 1 പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 20 രൂപയാണ് വർദ്ധിച്ചത്. 8,075 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഫെബ്രുവരി 11 രേഖപ്പെടുത്തിയ 64,480 എന്ന റെക്കോർഡ് ഉയരം മറികടന്നാണ് സ്വർണ്ണവില ഇന്ന് പുതിയ ഉയരം കുറിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.